ഹലോ വെൽക്കം ടു ഐഫ. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ ഹിസ്റ്ററിയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ആ ഒരു ആൻസർ കീയിലുള്ള ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പ്രൊവിഷണൽ ആൻസർ കീ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ആൻസേഴ്സിൽ വന്നിട്ടുള്ള ചില കൺഫ്യൂഷൻ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ചലഞ്ചബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്താം കേട്ടോ. നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് പ്രൊവിൻസ് ഓഫ് ദ ഗുപ്ത എംപയർ വർ നോൺ ആസ്. ഗുപ്ത എംപയറിലെ പ്രൊവിൻസിന് എന്താണ് പറയുന്നത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ NTA കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ 2 മണ്ഡലയാണ്. എന്നാൽ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ട് ബുക്തീസ് ആണ് കേട്ടോ. ഇതിൽ ഉപീന്ദർ സിംഗിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉപീന്ദർ സിംഗിന്റെ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നിന്ന് എടുത്തതാണ്. ദ ഗുപ്ത എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസ് നോൺ ആസ് ദേശാസ് ഓർ ബുക്തീസ് എന്നുള്ളതാണ് ഇതിൽ. ബുക്തീസ് ആണ് ഈ ഒരു ഓപ്ഷൻസിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ക്രൊണോളജിക്കലി കാസ്റ്റ് റിഫോംസിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ വൈക്കം സത്യാഗ്രഹ, മഹത് സത്യാഗ്രഹ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, ബഹിഷ്കൃത് ഹിതകർണി സഭ, ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസ് ലീഡേഴ്സ് കോൺഫറൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ NTA കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ 2 ആണ്. CADBE എന്നുള്ളതാണ്. അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാല് CE എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് C കഴിഞ്ഞിട്ട് A. C എന്താണ്? സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് കഴിഞ്ഞിട്ടാണ് വൈക്കം സത്യാഗ്രഹ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ വൈക്കം സത്യാഗ്രഹ 1924 സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വന്നിട്ട് 1925 എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4324498544 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ID എന്ന് പറയുന്നത്. ഇതിൽ തന്നിട്ടുള്ളത് ബ്രാഹ്മണാസ് എക്സ്പ്ലെയിൻ സാക്രിഫൈഷ്യൽ റിച്വൽസ്, ഉപനിഷത്സ് കണ്ടെയ്ൻ ഫിലോസഫിക്കൽ ഐഡിയാസ്, Aryanyagas are forest books, Yajurveda deals with songs, Atharvaveda contains spells and charms. ഇതില് D സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ നോക്കും D ഇല്ലാത്ത ആൻസേഴ്സ് ഏതൊക്കെയാ? AEBCE. ഇതില് NTA കൊടുത്തിട്ടുള്ളത് ABCE ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് NTA റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ 2ഉം 3ഉം സെയിം ഓപ്ഷൻസ് ആണ് അല്ലെ. 2ല് AEBC തന്നിട്ടുണ്ട്, 3ല് ABCE. അപ്പൊ ഇത് രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും ചലഞ്ച് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ, പെസന്റ് ആൻഡ് ട്രൈബൽ റിവോൾട്സിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ. NTA നമുക്കിവിടെ ആൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 2 ആണ്. BCEAD എന്നുള്ളതാണ് NTA നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ, നമുക്കിവിടെ ആദ്യം NTA തന്നിട്ടുള്ളത് B ആണ് അല്ലെ. നമുക്ക് B നോക്കാം. B ബിൽ റിബല്യൻ ആണ്. ഇയർ വന്നിട്ട് 1818 to 31 ആണ്. ഇതിൽ ആദ്യം വരുന്നത് ബിൽ റിബല്യൻ ആണ്, സംശയമൊന്നുമില്ല. അടുത്തത് തന്നിട്ടുള്ളത് C ആണ്. C വന്നിട്ട് സാന്താൾ റിബല്യൻ ആണ്. സാന്താൾ റിബല്യന്റെ ഇയർ വന്നിട്ട് 1855-56 സമയമാണ്. അടുത്തത് E ആണ് അല്ലെ, മാപ്പിള അപ്രൈസിംഗ്. ഈ ഒരു മാപ്പിള അപ്രൈസിംഗ് വന്നിട്ട് ഇതിന് 2 ഇയർ പൊതുവെ പറയപ്പെടാറുണ്ട്. മാപ്പിള അപ്രൈസിംഗ് 1836 to 54 ഉണ്ട്, 1921 ഉണ്ട്. ഇതില് ഈ NTA ഇതിൽ കണക്കിലെടുക്കുന്നത് 1836-54 ആണെങ്കിൽ നമുക്ക് എന്ത് വരണം? ഈ ഒരു E വന്നിട്ട് സിക്ക് മുന്നേ വരണം അല്ലെ. കാരണം എന്താ? സി സാന്താൾ റിബല്യൻ വന്നിട്ട് 1855-56. അതിന് മുന്നേ മാപ്പിള അപ്രൈസിംഗ് 1836-54 നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 1836 to 54 മാപ്പിള അപ്രൈസിംഗ് ആണ് NTA കണക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്ക് മുന്നേ, സാന്താൾ റിബല്യന് മുന്നേ BE കഴിഞ്ഞിട്ട് C ആണ് വരേണ്ടത് എന്നുള്ളതാണ്. ഇനി അതല്ല, NTA 1921 മാപ്പിള റിബല്യൻ ആണ്, മാപ്പിള അപ്രൈസിംഗ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ 4 വരണം എന്നുള്ളതാണ്. അതായത് ആദ്യം
ബി അല്ലെ, ബിൽ റിബല്യൺ ആണ്. അതിനുശേഷം സി വരണം. സി എന്താണ്? സാന്താൾ റിബല്യൺ 1855-56. അത് കഴിഞ്ഞിട്ട് എ വരണം. ബംഗാൾ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് റിവോൾട്ട് എപ്പോഴാണ്? 1859. അത് കഴിഞ്ഞിട്ട് എ കഴിഞ്ഞിട്ട് ഡി വരണം. ഡി എന്താണ്? ഡി ഡെക്കാൻ റൈറ്റ്സ് നമുക്കറിയാം 1875 അത് കഴിഞ്ഞിട്ട് ഇ വരണം അല്ലെ. 1921 മാപ്പിള അപ്രൈസിംഗ് ആണ് അവർ കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ 4 വരണം. ഒന്നിക്കൽ ഇതിൽ ആൻസർ ഇല്ല. 1836-54 മാപ്പിള അപ്രൈസിംഗ് ആണ് കണക്കിലെടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ 4 ആണ്. എന്തായാലും ഈ ഒരു 2 എന്ന് NTA കൊടുത്തിട്ടുള്ള ഈ ഒരു ആൻസർ തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇന്റഗ്രേഷൻ ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ NTA നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ള ആൻസർ വന്നിട്ട് A, B, E ഓൺലി ആണ്. അതിൽ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ ഒരു ഇ ആണ് നമുക്ക് പ്രശ്നം. അതായത് ഇയിൽ ഇവിടെ പറയുന്നത് ഒക്ടോബർ 1953 തമിഴ്നാട് വാസ് ക്രിയേറ്റഡ് ആസ് തമിഴ് സ്പീക്കിംഗ് സ്റ്റേറ്റ് എന്ന 1953 ഒക്ടോബറിൽ തമിഴ്നാട് സ്റ്റേറ്റ്, തമിഴ് സ്പീക്കിംഗ് സ്റ്റേറ്റ് അല്ല അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതാണ്? ഈ ഒരു സമയത്ത് ആന്ധ്ര സ്റ്റേറ്റ് ആണ് അല്ലെ. ആന്ധ്ര സ്റ്റേറ്റ് ആണ് ഒക്ടോബർ 1953 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു NTA തന്നിട്ടുള്ള 2 ഓപ്ഷനിൽ ഇ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആൻസർ 2 എന്നുള്ളത് തെറ്റാണ്. ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സെഷനിൽ UGC നെറ്റ് ഹിസ്റ്ററി പ്രൊവിഷണൽ ആൻസർ ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ നെറ്റിന്റെയോ JRFന്റെയോ തൊട്ടടുത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് NTA ശരിയാക്കുകയാണെങ്കിൽ നമുക്ക് അത് അത്രയും ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്